ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കൂന്തൽ ഫ്രൈ ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കൂന്തൽ ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വീതി കുറച്ച് സ്ലൈസ് ചെയ്താൽ കുറച്ച് നല്ലതാണ്. എൻ്റേത് കുറച്ച് വീതിയിലാണ് സ്ലൈസ് ചെയ്ത് കിട്ടിയത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. ഒന്ന് വെച്ചിട്ട് വെള്ളമൊന്നും ഇട്ട് വയ്ക്കണ്ട, അല്ലാതെ വെള്ളം നന്നായിട്ട് തന്നെ ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്യാം. ഇനി അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മൾ കൂന്തൽ വേവിച്ച ആ വെള്ളം തന്നെയാണ്, കൂന്തലിൻ്റെ സ്റ്റോക്ക് വാട്ടറാണ്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കൂന്തലാണ്, അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിന് അരിഞ്ഞു കിട്ടണം, എന്നാലാണ് നന്നായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് ആദ്യം തന്നെ. 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്തത്. 1 ടീസ്പൂൺ കോൺഫ്ലോർ. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ക്രഞ്ചിനെസ് ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ. ഒരുപാട് നേരം നമ്മൾ കൂന്തൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായി പോവും. അതുകൊണ്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നിറച്ചാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെപ്പർ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ സ്റ്റോക്ക് വാട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് പാകാവുന്നവരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. സ്റ്റോക്ക് വാട്ടർ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ലതാണ്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്തുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. എനിക്ക് കുറച്ചൊരു പിഞ്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു പരുവത്തിനായിരിക്കും നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടും. പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകും നമ്മൾ പൊടി ചേർത്തുകൊണ്ട് തന്നെ. ഇത് നമ്മൾ ആദ്യം കുക്ക് ചെയ്യാതെ ഡയറക്റ്റ് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷേ നന്നായിട്ട് തന്നെ പൊട്ടിത്തെറിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം കുക്ക് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് തിളക്കുക മാത്രമേ ചെയ്യാവൂ. ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഷ് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് തിളക്കുക മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്നത്. സ്ലോ ഫ്ലെയിമിൽ വെക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കുറച്ചും കൂടെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയിലാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. തിരിച്ചിട്ട ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതായിരുന്നു. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആയാലും പൊട്ടിത്തെറിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചത്. നമ്മൾ അടുത്തൊക്കെ നിൽക്കുമ്പം തെറിക്കും. പിന്നെ സ്റ്റൗ ടോപ്പിലൊക്കെ തെറിച്ച് വരാനും ചാൻസ് കൂടുതലാണ്. വലുതായിട്ട് പൊട്ടിത്തെറിക്കില്ല, പക്ഷേ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. 2 ഭാഗവും നല്ല ക്രിസ്പി ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചോറിനും ചപ്പാത്തിക്കും വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. സാലഡിൻ്റെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. നമ്മളെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇത് പാരഗണിലൊക്കെ പോയാൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നൊരു ക്രിസ്പി കൂന്തൽ ഫ്രൈ ആണ്. അതേപോലെ ഞാൻ വീട്ടിൽ ചെയ്ത് വിജയിച്ചൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം.
കൂന്തൽ ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മസാലയൊക്കെ കോട്ട് ചെയ്ത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.